അകത്താരൊരുക്കി അണയാമീ ബലിവേദി ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി അൾത്താരയൊരുങ്ങി അകത്താരൊരുക്കി അണയാമീ ബലിവേദി ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ ബലിയായി നൽകുന്നു ഞാൻ അൾത്താരയൊരുങ്ങി അകത്താരൊരുക്കി അണയാമീ ബലിവേദി ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി ബലിവേദിയിങ്കൽ തിരുനാഥനേകും തിരുമേയും തിരുനിണവും ബലിവേദിയിങ്കൽ തിരുനാഥനേകും തിരുമേയും തിരുനിണവും Yeah.
അങ്ങയുടെ മൗനത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ നീ ദാസനെ എന്ന് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക. അതിന്റെ ജനത്തെയും ദൃഗത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണമാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം തന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവനും നടക്കുകയില്ല എന്നരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായി ഭവിക്കട്ടെ. ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ പരിപാലന പ്രളവായേ പരിപാലന അമർത്യനേ നിൻക്ക് വരങ്ങൾ കേരളമേ. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1 വായന. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നെമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ
അവളുടെ മക്കളാകും. ഇതിൽ ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ ഭാര്യമാരുടെ ഒത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയുടെ തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയം മനതാരം വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ കീർത്തൻ മധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിതനം കവി തൻ തൂലികവോ എന്നാവിപ്പോ. സാധനം അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദ്യം മുതൽക്ക് എന്നും നിത്യവുമായി ഭരിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിസയർ അടുത്തിയെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അല്ലെങ്കിൽ ജോസഫ് കൊച്ചുമേരി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണിന്ന്. ഈ സമയം ഏകദേശം 11:45 വടക്കേക്കര സെൻറ് മേരീസ് ദേവാലയത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ പരസ്പരം ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെയും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാം എന്ന് പരസ്പരം ഉഭയസമ്മതം നൽകിക്കൊണ്ട് ഒരു പുതിയ കുടുംബത്തിന് ആരംഭം കുറിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് നിങ്ങളെ അറിഞ്ഞ് സ്നേഹിച്ച പിതാവായ ദൈവം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകുകയും ഇന്നോളം പരിപാലിച്ച് വളർത്തുകയും ചെയ്തു. യൗവനത്തിലേക്ക് പ്രവേശിച്ച നിങ്ങൾ നിങ്ങളുടെ ജീവിതാന്തസ്സ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തു. ഒരു പരിധിവരെ നിങ്ങളുടെ മാതാപിതാക്കന്മാരും അതിന് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, നിഷ ജോബിയെയും. പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കുടുംബത്തെപ്പറ്റി അന്വേഷിച്ചു. രണ്ട് വ്യക്തികളുടെയും സ്വഭാവ രീതിയെപ്പറ്റി തീർച്ചയായിട്ടും അവരെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവസാനം യോജിക്കും എന്ന് കണ്ടപ്പോൾ ഒരുമിച്ച് ചേരുവാൻ വേണ്ടി ആ കുടുംബങ്ങൾ പരസ്പരം ധാരണയോടുകൂടി എത്തി. ഇന്ന് ഈ ദേവാലയത്തിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ് വിവാഹം എന്ന കൂതാശ സ്വീകരിക്കാൻ വേണ്ടി. ഈ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ്. ദൈവം ആണ് നിങ്ങളെ യോജിപ്പിച്ചത്. മാനുഷികമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ സാമ്പത്തികമായ മെച്ചമോ സൗന്ദര്യത്തിൻ്റെ ആകർഷണതയോ
അല്ലെങ്കിൽ സമ്പത്തിൻ്റെ മേന്മയോ ഒന്നുമല്ല, മറിച്ച് ദൈവം ഇന്നോളം വളർത്തിക്കൊണ്ടുവന്ന ഈ ദിവസത്തിന് വേണ്ടി നിങ്ങളെ ഒരുക്കുകയും ദൈവത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങളെ ഈ ദേവാലയത്തിലേക്ക് ആനയിക്കുകയും അവസാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നായി തീരുകയും ചെയ്യുന്ന വലിയൊരു സംഭവമാണ് വിവാഹം എന്ന കൂദാശ. ഇവിടെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് കർത്താവ് ഫരിസേയന്മാരോട് പറയുന്നുണ്ട്. മോശയുടെ നിയമം അനുസരിച്ച് വേർപാടിൻ്റെ അല്ലെങ്കിൽ ഡിവോഴ്സ് പ്രമാണം കൊടുക്കാനായിട്ട് അനുവദിച്ചിരുന്നു. വളരെയധികം നിയമങ്ങൾക്ക് ഗുരുക്കുകൾക്ക് വിധേയപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് വേർപിരിയാനുള്ള അനുവാദം ഇസ്രായേൽ മക്കൾക്ക് മോശ നൽകിയിരുന്നു. അതിന് അവരുടെ കാഠിന്യ നിമിത്തം എന്നാണ് കർത്താവായ യേശു പറയുന്നത്. നിങ്ങളുടെ മനുഷ്യൻ്റെ കാഠിന്യം, മനുഷ്യ മനസ്സിൻ്റെ കാഠിന്യ നിമിത്തം മോശ ഇങ്ങനെ വിമോചിതമാക്കുവാൻ വേണ്ടിയുള്ള കൽപ്പന നിങ്ങൾക്ക് നൽകി. പക്ഷേ ദൈവം നിങ്ങളെ യോജിപ്പിച്ചത് അതിനു വേണ്ടിയല്ല. ആദ്യം സൃഷ്ടാവ് പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചുവെന്നും അവരേക ശരീരമായി തീരുമെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് മോശയുടെ നിയമത്തിന് പുതിയൊരു വ്യാഖ്യാനം നൽകിക്കൊണ്ട് കർത്താവ് സംസാരിക്കുന്നത്. ഇന്ന് മുതൽ ജോബി പറയേണ്ടത് എൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നു എന്നല്ല, ഞങ്ങളുടെ ഇഷ്ടം. കൊച്ചുമേരി അതുപോലെ തന്നെ എൻ്റെ ഇഷ്ടമല്ല, ഞങ്ങളുടെ ഇഷ്ടം. ആ ബഹുവചന രൂപത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം സുന്ദരമായി തീരും. കുഞ്ഞ്, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകും. ഇന്ന് മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ മധ്യത്തിലുണ്ട്. തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല, പക്ഷെ അവിടെ നിന്നുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. ഈ കൂദാശ സ്ഥാപിച്ചവനായ യേശു നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും തോടുകളിൽ കൈയണച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾ പറയുന്ന ആ ഉഭയസമ്മതം കൊച്ചുമേരിയെ ഞാൻ സ്വീകരിക്കുന്നെന്ന് ജോസഫ് എന്ന ജോബി പറയുകയും ജോസഫ് എന്ന ജോബിയെ സ്വീകരിക്കുന്നെന്ന് കൊച്ചുമേരി പറയുകയും ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഇടയിലുള്ളതിലേക്ക് അവിടുത്തെ വിളിച്ചിറക്കണം. എല്ലാ ദിവസവും അല്പസമയം കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ ആ കുടുംബജീവിതം ഒരിക്കലും നശിച്ചു പോവുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം വഴിയായിട്ട് മാത്രമേ കുഞ്ഞുങ്ങളെ, ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ പണമല്ല, ശക്തിയല്ല, മറ്റേതെങ്കിലും രീതിയിലുള്ള ഭൗതികമായ നേട്ടങ്ങളല്ല മനസ്സിന് സ്വസ്ഥത നൽകുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സ്ഥിരമായ സാന്നിധ്യം ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തിൽ ആ അന്തഛിദ്രങ്ങൾ മാറ്റി സമാധാനം സംസ്ഥാപിക്കാൻ കഴിയൂ. പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറുക. കൊച്ചുമേരി മുട്ടത്ത് കുടുംബത്തിലെ ഒരു അനുഗ്രഹമായി തീരണം. അതുപോലെ തന്നെ ജോസഫ് കൊച്ചുമേരിക്ക് ഒരു അനുഗ്രഹമായി ജീവിക്കണം. അതുണ്ടാകണമെങ്കിൽ മനസ്സ് തുറന്ന് ദൈവത്തെ വിളിച്ചിറക്കുക. അതിനുവേണ്ടിയുള്ള അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം ആസുരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയപുത്രി, ആഭൂഷിത മണ
ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി കൊച്ചുമേരിയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. കൊച്ചുമേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിനും സ്നേഹത്തിനും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിസ്ഥിതിനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെ വിശ്വസ്തയുടെ അടയാളമായ ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിൻ്റെ അനുസരണ വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാനെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രമണിയിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണം. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ തലമുറിച്ച്
സ്വീകരിക്കുവേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരത്താലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ വിശയായപ്പോൾ നിങ്ങളുടെ ഭരണകർത്താവ് സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവും ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അൾത്താരയിൽ ത്രിത്വവും മനുഷ്യനും ഒന്നായി ചേരും നിമിഷമിതാ. പരിശുദ്ധ ബലിവേദിയിങ്കൽ കുർബാനയർപ്പിക്കും നിമിഷമിതാ. അൾത്താരയിൽ ത്രിത്വവും മനുഷ്യനും ഒന്നായി ചേരും നിമിഷമിതാ. പരിശുദ്ധ ബലിവേദിയിങ്കൽ കുർബാനയർപ്പിക്കും നിമിഷമിതാ. അണയാം സോദരരെ, കർത്താവിൻ ബലിയർപ്പിച്ചിടുവാൻ, കർത്താവിൻ ബലിയാകുവാൻ. അണയാം സോദരരെ, കർത്താവിൻ ബലിയർപ്പിച്ചിടുവാൻ, കർത്താവിൻ ബലിയാകുവാൻ. അപ്പവും വീഞ്ഞും കർത്താവാമേശുവിൻ രക്തശരീരമായി മാറുന്നു. അപ്പവും വീഞ്ഞും കർത്താവാമേശുവിൻ രക്തശരീരമായി മാറുന്നു. നമ്മുടെ ജീവിതം കർത്താവിനേറ്റം സ്വീകാര്യ ബലിയായി അർപ്പിച്ചിടാം. നമ്മുടെ ജീവിതം കർത്താവിനേറ്റം സ്വീകാര്യ ബലിയായി അർപ്പിച്ചിടാം. അണയാം സോദരരെ, കർത്താവിൻ ബലിയർപ്പിച്ചിടുവാൻ, കർത്താവിൻ ബലിയാകുവാൻ. അണയാം സോദരരെ, കർത്താവിൻ ബലിയർപ്പിച്ചിടുവാൻ, കർത്താവിൻ ബലിയാകുവാൻ. സ്നേഹത്തിലൊന്നായി ആത്മാർപ്പണത്തിൻ കൂദാശയിൽ നമുക്കൊന്നു ചേരാം. സ്നേഹത്തിലൊന്നായി ആത്മാർപ്പണത്തിൻ കൂദാശയിൽ നമുക്കൊന്നു ചേരാം. എങ്ങുമേ യേശുവിൻ സാക്ഷ്യമായി തീരാം. എന്നും ആ സ്നേഹം പങ്കുവയ്ക്കാം.